വെൽക്കം ബാക്ക് ടു ഡിപ്ലോയ് ഹാപ്പിനെസ്. ഇന്നത്തെ ടോപ്പിക്ക് ഗ്രേ ഡിവോഴ്സ്. ഇപ്പോൾ ഈയിടെയായിട്ട് പല വലിയ പ്രമുഖരുടെയും ഡിവോഴ്സ് നമ്മൾ കേട്ട് കഴിഞ്ഞു. എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ഇങ്ങനെ ഈ ഗ്രേ ഡിവോഴ്സ് കൂടുതലായിട്ടിപ്പോൾ കണ്ടുവരുന്നത്? അതാണ് ഇന്ന് എൻ്റെ വിഷയം. നമുക്കറിയാം, ഇന്ത്യൻ സമൂഹത്തിൽ വിവാഹം എന്ന് വെച്ചാൽ അത് ഏറ്റവും പാവപ്പെട്ടത് തൊട്ട് ഏറ്റവും കുബേരന്മാരായ രണ്ട് വ്യക്തികൾ മാത്രമല്ല, രണ്ട് കുടുംബങ്ങളുടെയും കൂടെ ഒരു എന്താണ് പറയുക, ഒരു ഒന്നിക്കലാണ് ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു വിവാഹത്തിലൂടെ സാധിക്കുന്നത്. രണ്ട് വ്യക്തികളുടെ രണ്ട് കുടുംബങ്ങളുടെയും ഒന്നിക്കലാണ്. അപ്പോൾ കുടുംബജീവിതം എന്ന് പറഞ്ഞത് എപ്പോഴും ഹാപ്പിനെസ്സാണ് രണ്ട് കൂട്ടർ ആഗ്രഹിക്കുന്നത്. രണ്ട് വീട്ടുകാർ ആഗ്രഹിക്കുന്നു, രണ്ട് കുട്ടികൾ ആണും പെണ്ണും ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ പ്രതീക്ഷകളോടുകൂടെ അവർ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. ഇപ്പോൾ സാധാരണക്കാരായവർ കുറച്ച് അവരുടേതായ രീതിയിലുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും. വലിയ ആളുകൾ, അതായത് പണക്കാർ, അതേപോലെ തന്നെ സമൂഹത്തിലെ വലിയ വലിയ നടന്മാർ, നടികൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ എല്ലാവരും അവരെ നോക്കി കാണുന്നവരാണ്. അവരുടെ ഡ്രസ്സും അവരുടെ ആഭരണങ്ങളും അങ്ങനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കുറേ പേര് ആരാധകരായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് അവരുടെ നിലനിൽപ്പ് തന്നെ. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഈ കുടുംബജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്തൊരു ജീവിതം, അഡ്ജസ്റ്റ് എന്നുള്ള ആ വേർഡ് തന്നെ തെറ്റാണ്. അഡ്ജസ്റ്റ് ചെയ്യാനല്ല നമ്മൾ വിവാഹം കഴിച്ചല്ലെങ്കിൽ ഒന്നിക്കുന്നത്. അതായത് നമ്മൾ ഒന്നിച്ച് ഒരേ രീതിയിൽ പോകാനാണ്, ഒത്തുചേർന്ന് ഒരേ പാതയിലൂടെ സഞ്ചരിക്കാനാണ്. പക്ഷേ അത് ഇമ്പോസിബിളാണ്. കാരണം രണ്ട് സാഹചര്യത്തിൽ വളർന്ന രണ്ട് വ്യക്തികളുടെ ഒന്നിക്കലല്ലേ. അപ്പോൾ അവർ 10-25 വർഷം ഒരേ രീതിയിൽ അവരുടെ വളർന്ന ആ സാഹചര്യത്തിൽ നിന്ന് വേറൊരു രീതിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യ വന്നു എന്ന് വിചാരിച്ചിട്ട് ഭർത്താവിൻ്റെ ആ സ്വഭാവത്തിന് മാറ്റങ്ങൾ കൂടുതലായിട്ട് വരുത്താൻ കഴിയില്ല. അപ്പോൾ അഡ്ജസ്റ്റ് ആയാൽ നിലനിന്ന് കുറേ നാൾ പോകും, അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ സമൂഹത്തിൽ ആരും അറിയുന്നില്ല. അവർ കല്യാണം കഴിച്ച് അവർക്ക് തൃപ്തികരമായി അല്ലെങ്കിൽ കൂടിയും അവർ അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. കാരണം ചിലപ്പോൾ പേരൻസിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ കണക്കിലാക്കി ചിലപ്പോൾ അതിൽ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ വളർത്താനുള്ള ബാധ്യത എന്ന രീതിയിൽ അതങ്ങ് ഒഴുകിക്കൊണ്ടിരിക്കും. പിന്നെ എന്താണ് ഇതിനൊക്കെ കാരണം എന്ന് പറയാൻ? പുതിയ തലമുറയിലാണിപ്പോൾ കൂടുതലായിട്ട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നത്. 10-20 വർഷം 30 വർഷം ഒന്നിച്ച് കഴിഞ്ഞിട്ടൊരു സുപ്രഭാതത്തിൽ ഇവർ വേർപിരിയാണ്. കോലാഹലങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് തമ്മിൽ ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഇത് പറഞ്ഞ് അവരത് ഡിവോഴ്സിലേക്ക് പോവുകയാണ്. അതായത് ആശയവിനിമയമേ ഇല്ല. കാരണം തിരക്കിലും, പണക്കാരാണെങ്കിൽ അവർക്ക് ഭയങ്കര തിരക്കായിരിക്കും. ഹസ്ബൻഡിനും തിരക്ക്, ഭാര്യയ്ക്കും തിരക്ക്. ഹസ്ബൻഡും വൈഫും തിരക്ക് ആയാൽ അവർക്ക് അതേ ഒരു കമ്മ്യൂണിക്കേഷനുള്ളൊരു സമയമില്ല. അവർക്ക് ആശയവിനിമയം നടത്താനുള്ളൊരു സന്ദർഭം കിട്ടുന്നില്ല. അവരെപ്പോഴും പൈസയുടെ പിന്നാലെ അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ പിറകെയായിരിക്കും. അപ്പോൾ ആ രീതിയിൽ അവർക്ക് ഒരു സ്ട്രെസ്സ് കൂടി വരുന്നു. പിന്നെ ബഹുമാനം, റെസ്പെക്റ്റില്ല. ഞാൻ നിന്നേക്കാളും കൂടുതൽ സാലറി വാങ്ങിക്കുന്നു. ഇപ്പോൾ സാധാരണക്കാരിപ്പോൾ IT-യിലൊക്കെ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എനിക്ക് അവനെ വേണ്ട, അല്ലെങ്കിൽ അവളെനിക്ക് വേണ്ട, ഒരേ കാര്യങ്ങൾ കണ്ടെത്തി ഡിവോഴ്സിലേക്ക് പോകാൻ കാരണം എന്താണ്? രണ്ട് പേർക്കും ഈ ഈഗോ ഉണ്ടാകും. ഞാൻ അവനേക്കാളും കൂടുതൽ സാലറി മേടിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഞാൻ അവളെക്കാളും കൂടുതൽ സാലറി വാങ്ങുന്ന ആൾ, ഞാൻ എന്തിനു താന്നു കൊടുക്കുന്നു, അവളല്ലേ എൻ്റെ ഇത് വരേണ്ടത്. അങ്ങനെ ക്ലേശായി ഇപ്പോഴും യുവതലമുറ വളരെയധികം പേര് ഡിവോഴ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ റെസ്പെക്റ്റ് കൊടുക്കുക, ബഹുമാനം ഒട്ടുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് പോയി, സമൂഹത്തിൽ നിന്ന് പോയി, കുട്ടികളിൽ നിന്ന് പോയി. പുതിയ തലമുറയിൽ അതൊന്നുമില്ല. അതായത് സാമ്പത്തികമായിട്ട് അവർ സ്റ്റേബിളായി കഴിഞ്ഞാൽ അവർക്ക് ഈഗോ ആണ്, ഞാനാണ് എല്ലാം എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ പാരൻസിൻ്റെ കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കില്ലേ. അവർക്ക് വരുമാനമുണ്ട്, അവർക്ക് സ്വയം ജീവിക്കാനറിയാം, ഒറ്റയ്ക്ക് ജീവിക്കാനറിയാം എന്നുള്ളൊരു ഇതിലേക്ക് അവർ പോകും. ഇനി സ്വന്തം
ജോലിയെടുത്ത് അവർക്ക് ജീവിക്കാൻ ഒരു സമയം കിട്ടാറില്ല. ജോലി ജോലി ജോലി, അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആ തിരക്കിൻ്റെ ഇടയിൽ അവർക്ക് ജീവിക്കാനുള്ള ഒരു സമയം കിട്ടാറില്ല. അത് ഒന്നിച്ച് കഴിയാനുള്ള സമയം കിട്ടായികയും ഈ ഗ്രേ ഡിവോഴ്സിന് ഒരു കാരണം തന്നെയാണ്. പല കാര്യങ്ങളായിട്ട് അവർ രണ്ടുപേരും പുറത്തായിരിക്കും. അപ്പോൾ അവർ അതിൽ നിന്ന് അവർക്കൊരു അകൽച്ച ഫീൽ ചെയ്യാണ്. സഹിക്കാൻ കഴിയാൽ, സഹനം എന്നുള്ളൊരു വേർഡുണ്ട്. ആ സഹിക്കാനുള്ള ഒരു കഴിവ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ലോസ്റ്റായി. ഇപ്പോൾ ഈയിടെയായിട്ട് ഈ ഗ്രേ ഡിവോഴ്സ് ചെയ്യുന്നവർക്കും അവർ എന്തിനും ഞാൻ അയാൾക്ക് വേണ്ടി സഹിക്കണം, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ഞാൻ എന്തിനും സഹിക്കുന്നു, ആ ഒരു രീതിയില്ല. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടൊരു വിട്ടുവീഴ്ചയില്ല, ഒരു സഹിക്കലുമില്ല, സഹനവുമില്ല. പിന്നെ ചില കേസുകളിൽ ഇപ്പോൾ ഗ്രേ ഡിവോഴ്സ് എന്ന് വെച്ചാൽ 24 വയസ്സാകുമ്പോഴത്തേനും പെൺകുട്ടീനെ ഒരു പയ്യൻ വന്ന് അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പോൾ ഒരു വിവാഹശേഷം പത്രഗൃഹത്തിലേക്ക് ഒരു നട തള്ളുന്ന പോലെ ചിലർ ചെയ്യുന്നുണ്ട്. പിന്നെ തിരിച്ചു നോക്കൂല. അപ്പോൾ ആ കുട്ടികൾ അവിടെ പല രീതിയിലുള്ള സ്ട്രെസ് ആകുമ്പോൾ അവർക്ക് പിന്നീട് അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ അത് വളർന്നു കഴിഞ്ഞാൽ അവർ സ്വയം തീരുമാനം എടുക്കണം, ഞാൻ ഡിവോഴ്സ് ആവാൻ പോവുകയാണ്. കുട്ടികളൊക്കെ പ്രാപ്തന്മാരായി, ചിലപ്പോൾ അവർക്കൊക്കെ ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്, ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടും 10-30 വർഷത്തിന് ശേഷം ഗ്രേ ഡിവോഴ്സ് വാങ്ങുന്നവരുണ്ട്. അപ്പോൾ കുട്ടികൾ വളർന്ന് അവരെ പഠിപ്പ് കഴിഞ്ഞ് അവർക്ക് ജോലി കിട്ടി, ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും ഇവരുടെ പുതിയ തീരുമാനം അവരറിയുന്നത്. അപ്പോൾ അവർക്ക് വലിയ ഫീലിംഗ് തോന്നില്ല, കാരണം ഈ പുതിയ തലമുറയല്ലേ. അതായത് 2-3 ഡെക്കേഡ്സ് കഴിഞ്ഞിട്ടാണ് ഇവർ ഈ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു അതിശയമാണ്, എന്താണ് ഇത്രയും നാളെ ഇവർക്ക് ഇല്ലാത്തത് പെട്ടെന്ന് തന്നെ. പക്ഷേ ഇവർക്ക് ഇവരുടെ ഉള്ളിൽ പല കാര്യങ്ങളായിട്ടും ഇവർക്ക് ഇത് പല രീതിയിലുള്ള വിഷമങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവർ അത് നീട്ടി ഇങ്ങനെ അവസാനം ഇങ്ങനെ ഒരു 3-4 ഡെക്കേഡ്സ് കഴിഞ്ഞിട്ട് ഒരു ഇത് ഡിവോഴ്സ് നേടാൻ വേണ്ടി കരുതലറിയാത്ത ജീവിതങ്ങളാണ് ഇവർ മുന്നിലുള്ളത്. അതായത് ഒരു കരുതലില്ല, ഇവിടെ കരുത്താണ് കാണിക്കുന്നത്. അതായത് സാമ്പത്തികമായിട്ട് വല്ല കരുത്തന്മാരായിരിക്കും, അവർക്ക് ഭയങ്കരമായിട്ട് അവരുടെ അടുത്ത് റിച്ചായിരിക്കും, അവരൊരു കോടി കണക്കിന് പൈസ ഉള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് ആ കരുത്തുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇവർക്ക് കൊടുത്താലും അവർക്ക് അതൊന്നൊരു പ്രശ്നമല്ല. സാധാരണക്കാർക്കാകുമ്പോൾ അവർക്ക് ജോലി മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ മറ്റുള്ളതൊന്നും ഉണ്ടാവില്ല, പ്രോപ്പർട്ടി അങ്ങനത്തെ ഒന്നും. എന്നാലും അവരും ഗ്രേ ഡിവോഴ്സിന് വേണ്ടിയിട്ട്. പ്രധാനമായിട്ട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, സ്ത്രീകളുടെ ഉള്ളറിയാത്ത ഭർത്താക്കന്മാരാണെങ്കിൽ, അവരുടെ മാനസിക തലം മനസ്സിലാക്കാത്ത ഭർത്താക്കന്മാരാണെങ്കിൽ, പെൺകുട്ടികളും ഇപ്പോൾ ഗ്രേ ഡിവോഴ്സിന് ഒരുങ്ങുന്നതിൽ തെറ്റില്ല. കാരണം കുറേ കാത്ത് അവസാനം ഒന്നും കിട്ടാതെ ആകുമ്പോൾ ഒരൊറ്റ പൊട്ടിത്തെറിയും, അതോടെ ഒരു ഡിവോഴ്സാണ് ആഗ്രഹിക്കുന്നത് കുട്ടികൾ. പല കുട്ടികളെയും കണ്ടിട്ടുണ്ട്. പല കുട്ടികളെ ആർഭാടായിട്ട് കല്യാണം കഴിച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ അവർ വളരെയധികം വേദനയോടെ പ്രശ്നങ്ങളോടെ ഇങ്ങനെ പോകുന്ന കുട്ടികളുണ്ട്. ചിലർക്ക് ഈ ഡിവോഴ്സിന് തയ്യാറെടുക്കാനുള്ള കരുത്തില്ല, അതിനുള്ള മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും കഴിയാത്ത കുട്ടികളുമുണ്ട്. അവരിങ്ങനെ കടിച്ച് തൂങ്ങി അവിടെ വിഷമിച്ച് അവരന്ത്യം അവിടെ കഴിയുകയാണ്. അപ്പോൾ സമൂഹത്തിൽ ഉന്നതരായ ആളുകളും ജോലി ആയിട്ട് സെക്യൂറായ ആളുകളും ഗ്രേ ഡിവോഴ്സ് ചെയ്യുന്നുണ്ട്. അത് ഈ വക കാരണങ്ങൾ കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ തീരുമാനം എടുത്തതല്ല. അവർ കുറേ നാളുകളായിട്ട് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടും സമൂഹത്തിലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയും പാരൻസിൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ നീണ്ടു പോകുന്നത് ഡെക്കേഡ്സ്. അപ്പോൾ ഗ്രേ ഡിവോഴ്സ് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ടോപ്പിക്ക് ഇവിടെ നിൽക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറെല്ലാം തരാം. ഇനിയൊരു ടോപ്പിക്കായി വീണ്ടും വരാം. താങ്ക് യു.